തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമെല്ലാം നേടുന്നൊരു പതിവ് BJP ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവുമെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മിന്നും വിജയം BJP ആവർത്തിക്കുന്നു. അതേസമയം പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ ആ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങളിൽ ആഴ്ചകളോളം എടുത്താണ് BJP മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ചത്. നിലവിൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വച്ചാൽ BJP അധികാരത്തിലിരിക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ അവർക്ക് മുഖ്യമന്ത്രിമാരില്ല എന്നതാണ്. മണിപ്പൂരും ഡൽഹിയുമാണ് ആ സംസ്ഥാനങ്ങൾ. മണിപ്പൂരിൽ കലാപം അഴിച്ചുവിടുകയും പിന്നീട് കയ്യും കെട്ടി നിന്ന് അത് ആസ്വദിക്കുകയും ചെയ്ത ബിരേൻ സിംഗ് എന്ന മുഖ്യമന്ത്രി ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാജിവെച്ചത്. അവിടെ ഒരു പകരക്കാരനെ കണ്ടെത്താൻ BJPക്ക് 4 ദിവസമായിട്ടും സാധിച്ചിട്ടില്ല. ഡൽഹിയിലേക്ക് വന്നാൽ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തി സർക്കാർ രൂപീകരിക്കാനുള്ള യോഗ്യത നേടിയിട്ട് 5 ദിവസം കഴിഞ്ഞു. ഒരു മന്ത്രിയെ പോലും പ്രഖ്യാപിക്കാൻ BJPക്ക് സാധിക്കുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയാൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് BJPക്കാർ പറയുന്നത്. ഒരു പാർട്ടി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ മുന്നിൽ നിൽക്കേണ്ടത് പാർട്ടി അധ്യക്ഷനാണ്. ഇവിടെ JP നഡ്ഡ എന്ന BJP അധ്യക്ഷന് പോലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും നാഥനില്ലാ കളരിയായി മണിപ്പൂരും ഡൽഹിയും മാറിയിരിക്കുന്നു. ഡൽഹിയിൽ നിരവധി നേതാക്കൾ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ മാരത്തോൺ ചർച്ച തന്നെ നടക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്തിയ പർവേഷ് വർമ്മ, മുതിർന്ന നേതാവും ജനക്പുരി MLAയുമായ ആശീഷ് സൂദ്, അതുപോലെ ഡൽഹി BJP മുൻ അധ്യക്ഷനും രോഹിണി MLAയുമായ വിജേന്ദർ ഗുപ്ത, മാളവ്യ നഗർ MLA RSSന്റെ പ്രിയങ്കരൻ സതീഷ് ഉപാധ്യായ, ഗ്രേറ്റർ കൈലാഷിൽ നിന്നുള്ള വനിതാ നേതാവ് ശിഖ റോയ്, ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും ഷാലിമാർ ബാഗ് MLAയുമായ രേഖ ശർമ്മ, അതുപോലെ പൂർവാഞ്ചൽ മേഖലയുടെ പ്രതിനിധിയും MP യുമായ മനോജ് തിവാരി, കിഴക്കൻ ഡൽഹി MP യും കേന്ദ്രമന്ത്രിയുമായ ഹർഷ് മൽഹോത്ര, മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ MP കൂടിയായ ബൻസൂരി സ്വരാജ് തുടങ്ങി നിരവധി നേതാക്കൾ മുഖ്യമന്ത്രിയാകാൻ രംഗത്തുണ്ട്. അതേസമയം മണിപ്പൂരിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ച് തിരികെ മണിപ്പൂരിലെത്തിയതോടെ കലാപം വീണ്ടും രൂക്ഷമാവുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വളരെ സെൻസിറ്റീവായി നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒരു 2ാം നിര നേതാവിനെ മുഖ്യമന്ത്രി പദവി ഏൽപ്പിക്കാൻ BJP മടിക്കുന്നു. പകരം ഉയർത്തിക്കാട്ടുന്ന പേരുകൾ പക്ഷേ മറ്റു സമുദായക്കാർ അംഗീകരിക്കുന്നില്ല. 10 MLAമാർ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് BJPക്ക് തലവേദന സമ്മാനിക്കുകയാണ്. ഇതിൽ 7 MLAമാർ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള BJPക്കാരാണ്. മുഖ്യമന്ത്രി പദവിയിലേക്ക് ഇനി ആരെയും വിശ്വാസമില്ലെന്നും രാഷ്ട്രപതി ഭരണമാണ് മണിപ്പൂരിന് ആവശ്യമെന്നും ഈ MLAമാർ പറയുന്നു. ഇവരെ മറികടന്ന ഒരാളെ മണിപ്പൂരിന്റെ ചാർജ് ഏൽപ്പിക്കാൻ BJPക്ക് ധൈര്യവുമില്ല. കാവൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പല നേതാക്കളുടെയും പേരുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അവസാന നിമിഷം ചീറ്റിപ്പോവുകയാണ്. എന്തായാലും BJPയുടെ സമീപകാല ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 2 സംസ്ഥാനങ്ങൾ അധികാരമുണ്ടായിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ പോലും സാധിക്കാത്ത ദുർഗതിയിലേക്ക് BJP മാറുന്നത്.